ഇതിന്റെ സത്യാവസ്ഥ ഒന്നും പറയാനൊന്നുമില്ല. ഉസ്താദ് അസ്ഗർ അലി ഫൈസി ഉസ്താദായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഉസ്താദ് പറഞ്ഞു ഇങ്ങോട്ട് ചോദിച്ചു, അറിഞ്ഞില്ല ചോദിച്ചു, എന്താ വെച്ചു, ജാമ്യന്ന് ഞാൻ പുറത്താക്കിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ആരും പ്രതികരിക്കാമെന്ന് ആരും ഉണ്ടായാലും വെച്ചു. നമുക്ക് പ്രതികരിക്കാൻ ആളുള്ളതിനേക്കാളും കൂടുതൽ എതിർക്കാനുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലുണ്ടായത്. അപ്പൊ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട് ഞാൻ ജാമ്യയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ബൈക്കുമേ യാത്ര ചെയ്യണം. അതിൻ്റെ അടിയിൽ പിന്നെ ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ട് വിളിക്കട്ടോ പറഞ്ഞു. ഉസ്താദ് ഓരോ ദിവസം 1-2 വട്ടമൊക്കെ എനിക്ക് വിളിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഉടനെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ഉസ്താദന്മാരും പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരും. പക്ഷേ ദിവസങ്ങൾ ഓരോന്ന് ചെല്ലുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തിമിരം ബാധിച്ച കോമരങ്ങൾ പണ്ഡിത മാറ്റമറിയാതെ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ അംഗങ്ങളടക്കമുള്ള ഉസ്താദുമാർക്കെതിരെയും അതിൻ്റെ പ്രവർത്തകർക്കെതിരെയും നിഷ്ഠൂരമായ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുന്ന കാലികമായൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ അവസാനം ഇതാ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുലമയുടെ മുഷാവറ അംഗവും സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരശബ്ദവുമായ ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ പ്രൊഫസറുമായ ഉസ്താദ് വന്യവയോധികരായ അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ ജാമിഅ കമ്മിറ്റി പുറത്താക്കിയെന്ന പുതിയ വാർത്തയാണ് കേൾക്കുന്നത്. സമസ്തകളുടെ ജമിയത്തുലമയുടെ ധീര പോരാളിയും സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരശബ്ദവുമായ ഉസ്താദ് അവർകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആനുകാലിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയോടൊപ്പം നിന്ന് സമസ്തയുടെ പോഷകഘടകമായ SKSFൻ്റെ വേദികളിൽ സജീവമായി സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിൻ്റെ പേരിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ അവരുടെ ജൽപ്പനങ്ങൾക്ക് ഉസ്താദിനെ കിട്ടാതെ വന്നപ്പോൾ ഉസ്താദിനെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യമാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോമരങ്ങളുടെ ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങൾ എവിടെ എത്തുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തിൻ്റെ പേരിലാണെങ്കിലും ഉസ്താദ് അവറുകളെ പുറത്താക്കിയവർ പാഠം പഠിക്കുക തന്നെ ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദ് ജാമിഅ നൂരിയയുടെ പ്രധാന വാക്കിഫായ കറാച്ചി ബാപ്പു ഹാജിയുടെ അനുജൻ്റെ മകൻ കൂടിയാണ്. കുഞ്ഞാലൻകുട്ടി എന്നാണ് അസ്ഗർ അലി ഫൈസി ഉസ്താദിൻ്റെ പേര്. ബാപ്പു ഹാജിയുടെ കുടുംബത്തിലെ ആകെയുള്ള സുന്നി പണ്ഡിതനും കൂടിയാണ് ഉസ്താദ് അവർകൾ. സ്വാത്വികനായ ബാപ്പു ഹാജിക്ക് സുന്നികളായ പിന്മുറക്കാർ നന്നേ കുറവാണ്. ബാപ്പു ഹാജിയുടെ സ്വത്തും സ്വപ്നവും പരിപാലിക്കാൻ മറ്റാരുമില്ലാത്ത സ്ഥിതിക്ക് അക്കാര്യം ഏറ്റെടുക്കേണ്ട അസ്ഗർ അലി ഫൈസി ജാമിഅയുമായി ബന്ധപ്പെടാതെ ദർസി രംഗത്ത് ഒതുങ്ങിക്കൂടി. നൂറ്റാണ്ട് കാലം പള്ളി ദർസിലൂടെ ഇൽമിൻ്റെ പ്രസരണത്തിന് ചുക്കാൻ പിടിച്ചു. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, അതുപോലെ ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ആശീർവാദത്തോടെയും അവരുടെയൊക്കെ സമ്മതത്തോടും കൂടിയാണ് ഉസ്താദ് അവർകൾ ജാമിയയിൽ ജോയിൻ ചെയ്തത്. അതിനെക്കുറിച്ച് ഉസ്താദ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഞാൻ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തവരാപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് കാരണം 2 മാസത്തേക്ക് ദറസ് നിർത്തി വീട്ടിലാണ്. ആ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദറസില്ല, തൽക്കാലം ദറസ് നിർത്തിയിരിക്കുകയാണ്. ആ ഒഴിവ് സമയത്താണ് മഹാനവറുകൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ ദറസില്ലേന്ന് ചോദിച്ചു. ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അന്ന് നല്ല സുഖമില്ല, ദറസൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, തൽക്കാലം നിർത്തിയതാണ്, കോവിഡ് കാരണമായിട്ട് നിർത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇനി നമുക്ക് നോമ്പിൻ്റെ ശേഷം ഇവിടെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം പിന്നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ പട്ടിക്കാട് കോളേജിൽ തുടങ്ങിക്കൂടെ എന്ന് പറയുന്നു. അത് ഞാൻ കേൾക്കുന്നുണ്ട്. കോളേജിൽ അതിൽ ദർശനം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പട്ടിക്കാട് കോളേജിൽ ദർസ് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പിതാവ് തന്നെയാണ് ഹൈദർ അലി തങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു കുറവുമില്ല. എൻ്റെ പിതാവ് തന്നെയാണ് ഭൗതികമായും പാരത്രികമായും എല്ലാ നിലക്കും എന്നെ പല വിധത്തിലും സഹായിക്കുകയും എനിക്ക് വേണ്ടി പല ഗുണങ്ങളും ചെയ്തു തന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഈ മഹാസ്വാത്വികനായ പണ്ഡിതനെതിരെയാണ് തങ്ങളുടെ ഇംഗിതത്തിന് ഒത്താശ ചെയ്യാത്തതിൻ്റെ പേരിൽ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിച്ചത് എങ്കിൽ വൈകാതെ ഭാവിയിൽ തന്നെ ഈ രാഷ്ട്രീയ കോമരങ്ങൾ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഉസ്താദിനെ പുറത്താക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ചില ഓഡിയോകൾ കൂടി നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജാമിഅയിലെ ചില അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മാത്രമല്ല ഈ ജാമിയന്റെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ എത്ര നീചമായ പ്രവൃത്തി അവർ ചെയ്യുന്നത്. അവര് ഉസ്താദിനെ പുറത്താക്കാൻ വേണ്ടി കണ്ട് പല ആൾക്കാരിൽ നിന്നും എഴുത്തു വാങ്ങിച്ച യോഗത്തേക്ക് അങ്ങനത്തെ പരിപാടി വരെ നടത്തിയത്. ആസൂത്രിതമായ പദ്ധതിയാണ് നടത്തിയത്. സമസ്തയുടെ ഒരു കാവലാളായിട്ട് നിന്നു എന്നൊരു തെറ്റ് മാത്രമാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത്. ഉസ്താദ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അതിൽ ചെറിയൊരു കളവിന്റെ അംശം വരാണ്ടെങ്കിൽ പോലും അത് സമ്മതിക്കൂല. അങ്ങനല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അത്രയും സൂക്ഷ്മത പുലർത്തിയിട്ട് പ്രതികരിക്കുന്ന ഒരു നല്ല സാത്വികനായ നിഷ്കളങ്കനായ ഒരു പണ്ഡിതനാണ് അസ്കർ ഫൈസി. അങ്ങനത്തെ ഒരു ആലിമിന, അത് മാത്രമല്ല ജാമിയയുടെ പ്രധാന വാക്കിഫിന്റെ പ്രധാന കുടുംബത്തിൽപ്പെട്ടൊരു വ്യക്തി. രാഷ്ട്രീയപരമായിട്ട് ഞാനൊക്കെ ഇപ്പൊ ലീഗ് എന്ന് പറഞ്ഞാൽ തലക്ക് കയറിയിട്ടതിന് വേണ്ടി വലിയ വലിയ കോടതിയിൽ പോലും കേസുകൾ കൈകാര്യം ചെയ്ത് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പാർട്ടി ലീഗ് തന്നെ. പക്ഷേ ഈ ജാതി അരപ്പതരം പിടിച്ച പരിപാടി കാട്ടാൻ പാടുണ്ടോ ഒരു ജാമ്യയിലെ ഒരു ഉസ്താദിന്? ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിച്ചിട്ട് സമസ്ത ലീഗും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർക്കല്ല വേണ്ട. അങ്ങോട്ട് അവിടുന്ന് പുറത്താക്കുക. എന്താപ്പത്? എന്തൊരു നിഷ്ഠൂരം, എന്തൊരു രാഷ്ട്രീയം! സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ തുടക്കമാണിത്. ഞാൻ മനസ്സിലാക്കണത് ദീനിന്റെ കാര്യം പറയുമ്പോൾ ദീനിയായിട്ട് പോകണ്ടേ? രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയം ഉപയോഗിക്കണ്ടേ? വല്ലാത്തൊരു കഷ്ടം.